എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എല്ലാ സ്കൂളുകളിലും പഠനാവശ്യത്തിനായി ഉപയോഗിക്കുന്ന എല്ലാ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഉബുണ്ടു 18.04 എന്ന വേർഷനാണ് ഉപയോഗിച്ചു വരുന്നത്. LP, UP, HS, HSS എല്ലാ വിഭാഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശീലനം നടന്നു കഴിഞ്ഞതുമാണ്. ലേൺ ICT സ്കിൽ ചാനൽ ഇന്ന് ട്യൂട്ടോറിയലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഉബുണ്ടു 18.04 ആണ്. പുതിയ വെർഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, സെറ്റിംഗ്സുകളിൽ എങ്ങനെയൊക്കെ മാറ്റം വരുത്താം എന്നുള്ളതും തുടർന്നുള്ള വീഡിയോയിൽ കൂടുതൽ നമുക്ക് പരിചയപ്പെടാം. അതിനായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. എന്താണ് ഡെസ്ക്ടോപ്പ്? ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കാണുന്ന മെയിൻ സ്ക്രീൻ ഏരിയയാണ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്ന മുഴുവൻ ഏരിയയും ഉബുണ്ടു 18.04ൻ്റെ ഡെസ്ക്ടോപ്പാണ്. നമ്മുടെ ഈ ഡെസ്ക്ടോപ്പ് പരിശോധിച്ചാൽ നമുക്ക് ഇവിടെ ധാരാളം ഫയലുകൾ കാണാൻ സാധിക്കും, ധാരാളം ഫോൾഡറുകൾ കാണാൻ സാധിക്കും, ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ പ്രവേശനോത്സവം .mp3 എന്ന ഫയലുണ്ട്, ലേൺ ICT.png എന്നുള്ള ഫയലാണ്, mylab.jpg എന്ന് പറയുന്നത് ഫയലാണ്. അതുപോലെ തന്നെ ബോക്സുകളുടെ ഷേപ്പിൽ, ബ്രീഫ് കേസുകളുടെ ഷേപ്പിൽ ഇവിടെ ഹോം, സ്റ്റാൻഡേർഡ് 9, സ്റ്റാൻഡേർഡ് 10, ആപ്പ് ക്രിയേഷൻ, ഇവയെല്ലാം ഫയലുകളുടെ സിമ്പിളായിട്ടല്ല കാണുന്നത്, ഒരു ബോക്സിൻ്റെ സിമ്പിളാണ്. ഇവയെ നമ്മൾ പറയുന്നത് ഫോൾഡറുകൾ എന്നാണ്. ഫോൾഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഫയലുകൾ വളരെ വ്യക്തതയോടും അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുന്ന സ്റ്റോറേജ് ഏരിയകളാണ് ഫോൾഡറുകൾ. നമുക്ക് ഫയലുകൾ പ്രത്യേകം സൂക്ഷിക്കാൻ ഫോൾഡറുകൾ നമുക്കിതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോൾഡറുകളെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഇനി വരുന്ന അധ്യായങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇവിടെ നാം നോക്കിയാൽ ഫയൽസുകളെ സൂചിപ്പിക്കുന്ന ചില ഐക്കണുകൾ, ഫോൾഡറുകളെ സൂചിപ്പിക്കുന്ന ചില ഐക്കണുകൾ, ആപ്ലിക്കേഷനുകളെ സൂചിപ്പിക്കുന്ന ചില ഐക്കണുകളായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഐക്കണുകൾ? ഐക്കണുകൾ എന്ന് പറയുന്നത് ഒരു ഫയലിനെയോ ഫോൾഡറുകളെയോ ആപ്ലിക്കേഷനെയോ സൂചിപ്പിക്കുന്ന പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനുകളാണ് ഐക്കണുകൾ, അല്ലെങ്കിൽ സിമ്പലുകളാണ് ഐക്കണുകൾ എന്ന് പറയുന്നത്. ഡെസ്ക്ടോപ്പിൽ ഫയലുകളെ സൂചിപ്പിക്കുന്ന ഐക്കണുകളും ഉണ്ടാകും, ഫോൾഡറുകളെ സൂചിപ്പിക്കുന്ന ഐക്കണുകളും ഉണ്ടാകും, ആപ്ലിക്കേഷനെ സൂചിപ്പിക്കുന്ന ഐക്കണുകളും ഉണ്ടാകുന്നത്. ഇവിടെ ഓരോ ഫയലുകളെയും പരിശോധിച്ചാൽ ഓരോ ഫയൽ നെയിമും അല്ലെങ്കിൽ ഓരോ ഫയലുകളും അവസാനിക്കുന്നത് ചില എക്സ്റ്റൻഷനുകളിലാണ്. ഉദാഹരണത്തിന് പ്രവേശനോത്സവം .mp3 എന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് MP3 എന്നാണ്. ലേൺ ICT.png എന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് PNG ആണ്. അതുപോലെ തന്നെ പഠനോത്സവം 2020.pdf എന്ന ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് PDF എന്നാണ്. ഇവിടെ 4.mp4ൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് MP4 ആണ്. അപ്പോൾ എന്താണ് എക്സ്റ്റൻഷനുകൾ? ഓരോ ഫയലുകളും ഏത് ടൈപ്പ് ഫയലുകളാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എക്സ്റ്റൻഷനുകൾ നൽകുന്നത്. പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ എക്സ്റ്റൻഷൻ MP3 ആണെന്ന് നമുക്ക് മനസ്സിലായി. MP3 ഫയലുകൾ നമുക്ക് സുപരിചിതമാണ്. MP3 എന്ന എക്സ്റ്റൻഷനുള്ള ഫയലുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും MP3 ഫയൽ എന്ന് പറയുന്നത് ഒരു മ്യൂസിക് ടൈപ്പ് ഫയൽ അല്ലെങ്കിൽ ഓഡിയോ ഫയലുകളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഓഡിയോ സൂചിപ്പിക്കുന്ന ഫയലുകളാണ് MP3 ഫയലുകൾ. അതുപോലെ തന്നെ ഒരു ഫയലിൻ്റെ എക്സ്റ്റൻഷൻ MP4 ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നാം മനസ്സിലാക്കേണ്ടത് അത് വീഡിയോ ടൈപ്പ് ഫയലുകളെയാണ്, എക്സ്റ്റൻഷനുകളാണ് MP4 എന്ന്. അതുപോലെ തന്നെ ഇവിടെ mylab.jpg എന്നൊരു ഫയൽ കാണാൻ സാധിക്കും. JPG ഫയലുകൾ എന്ന് പറയുന്നത് പിക്ചർ ഫയലുകളാണ്. നാം മൊബൈലിൽ നിന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ഫയലുകൾ JPG ഫയലുകളാണ്. PNG ഫയലുകൾ എന്ന് പറയുന്നത് ഒരു പിക്ചർ ഫയലുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ എക്സ്റ്റൻഷനുകളിലൂടെ നമുക്ക് ആ ഫയൽ ഏത് ടൈപ്പ് ഫയലുകളാണെന്ന് തിരിച്ചറിയാനും സാധിക്കുന്നു. നാം മറ്റൊരു കാര്യം കൂടെ പരിചയപ്പെടുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ മുകൾ ഭാഗത്തായി ആപ്ലിക്കേഷൻ മെനു, അതിന് തൊട്ടടുത്തായി പ്ലേസസ് എന്ന മെനു നമുക്ക് കാണാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ മെനുസിലാണ് നമുക്ക് ഉബുണ്ടുവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഈ ആപ്ലിക്കേഷൻ മെനുവിലാണ്. നിരവധിയായ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചും തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടും. ഇവിടെ പ്ലേസസ് എന്നൊരു മെനു ഉണ്ട്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഈ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിലാണ് നാം ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ
സ്റ്റോറായി കിടക്കുന്നത് ഡൗൺലോഡ്സ് ഫോൾഡറിലാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തതായി നമുക്കിവിടെ നിന്ന് ഡെസ്ക്ടോപ്പിലെ ഫയലുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നാം നേരത്തെ പരിചയപ്പെട്ട അല്ലെങ്കിൽ നാം കണ്ട അതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ആണ്. ഇവിടെ കാണുന്ന ആപ്പ് ക്രിയേഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇവിടെ ഒരു പഠനോത്സവം എന്നൊരു ഫോൾഡർ ഉണ്ട്, അത് കാണാം. ഷെറി എന്നൊരു ഫോൾഡർ ഇവിടെയും കാണാം. സ്റ്റാൻഡേർഡ് 9 എന്നൊരു ഫോൾഡർ ഇവിടെയും കാണാം. അങ്ങനെ നമുക്ക് ഈ മെനൂസിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിൽ നാം പരിചയപ്പെടും. അതുപോലെ നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ഏറ്റവും വലത്തെ കോർണർ മുകളിലായി ഒരു കമ്പ്യൂട്ടറിൻ്റെ ഐക്കൺ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എബൌട്ട് ദിസ് കമ്പ്യൂട്ടർ എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നാം ഉപയോഗിക്കുന്ന ഉബുണ്ടു ഏത് വേർഷനിലാണെന്ന് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവുക. കൃത്യമായിട്ട് നമുക്ക് നാം ഉപയോഗിക്കുന്ന വേർഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നാം എടുക്കേണ്ടതാണ് ഏറ്റവും വലത്തെ കോർണറിൽ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. എബൌട്ട് ദിസ് കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഉബുണ്ടു 18.04.2 LTS. ഇവിടെ LTS എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം സപ്പോർട്ട് എന്നാണ്. നാം ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. LTS എന്ന് പറഞ്ഞാൽ ലോങ് ടേം സപ്പോർട്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ നാം മനസ്സിലാക്കിയത് ഡെസ്ക്ടോപ്പിലെ വിവിധ ഫയലുകൾ, ഫോൾഡറുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയെക്കുറിച്ചാണ്. ആപ്ലിക്കേഷൻ മെനു, പ്ലേസസ്, മാത്രമല്ല ഉബുണ്ടുവിൻ്റെ വേർഷൻ ചെക്ക് ചെയ്യുന്ന രീതിയും നാം പരിചയപ്പെട്ടു. ബിഗിനേഴ്സ് ലെവലിൽ നിന്നാണ് ഈ ട്യൂട്ടോറിയൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സായിട്ടുള്ള എല്ലാവരും നന്നായിട്ട് തന്നെ ട്യൂട്ടോറിയൽ മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയി പ്രതിപാദിക്കുന്ന വീഡിയോകൾ തുടർന്നുള്ള അധ്യായങ്ങൾ ഉണ്ടാകും. എല്ലാവരും ഓരോ ട്യൂട്ടോറിയൽ മിസ് ചെയ്യാതെ കാണുക. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും മറ്റൊരു അധ്യായവുമായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.